വരെ എല്ലാവർക്കും മാഗ്നാമെറ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡൗട്ടായിട്ട് വന്ന ഒരു നല്ല ക്വസ്റ്റ്യനാണ്, CGL ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ ഓഫ് സർക്കിൾ ഹൂസ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആർ റെസ്പെക്റ്റീവ്ലി ഈക്വൽ ടു 209 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് 63 സെൻറ്റിമീറ്റർ ഇഫ് it is given that its radius is a non-negative integer റൗണ്ട് അപ്പ് ടു 1 decimal place അങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നല്ല പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ അത് കാണാത്തവരെല്ലാവരും കാണുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഏരിയ, ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഞാൻ സെക്ടറിനെ ഒന്ന് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സെക്ടർ ആണെങ്കിൽ ഇത് അതിൻ്റെ ആംഗിൾ തീറ്റയാണ്. ഇത് എൽ എന്ന് പറഞ്ഞാൽ ആർക്കിൻ്റെ ലെങ്ത് ആണ്. ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത് ആണ്. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പെരിമീറ്ററിനെ എങ്ങനെ എഴുതാം? 2 × റേഡിയസ് പ്ലസ് 2 റേഡിയസും പിന്നെ ഒരു ആർക്ക് ലെങ്തും എല്ലാം എഴുതാം. അതുപോലെ നമുക്കിവിടെ കുറച്ച് ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഒന്നാമത്തെ ഫോർമുല, ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 209 ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഇതൊക്കെ പഠിക്കേണ്ടി വരും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു നമ്മുടെ ലെങ്ത് ഓഫ് ആർക്ക് ഇൻറ്റു റേഡിയസ് ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിമീറ്റർ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ 63 ആണ്. പെരിമീറ്റർ 63 ആണ്. അപ്പോൾ പെരിമീറ്റർ 63 ആണ്. അപ്പോൾ 63 = 2r + l എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആറിൻ്റെ വാല്യൂ കിട്ടി നമുക്ക് 209. അപ്പോൾ 209 അല്ലെങ്കിൽ 2 × 209 l × r ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം? എല്ലും ആറും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് ഈ 209 എന്ന് പറയുന്ന വാല്യൂ, ഞാൻ പറഞ്ഞു 221 എന്ന് പറയുന്ന വാല്യൂ 13 × 17 ആണ്. യെസ്, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 170 51 221. അതുപോലെ ഒരു നമ്പറാണ് 209. 19 × 11 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന നമ്പേഴ്സ് ക്ലാസ്സുകളിൽ ഞാൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണിത്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ നമ്പറിന് എനിക്ക് 2 × 19 38 അല്ലെങ്കിൽ 19 അവിടെ നിൽക്കട്ടെ, 19 × 22 എന്ന് എഴുതാം. l × r എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ആറിന് വരെ ഞാൻ 22 കൊടുത്തു, എല്ലിന് വരെ ഞാൻ 19 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് ആറിന് വരെ 22 കൊടുത്താൽ 2 × 22 44 + 19 ആണ് 63 എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായത് എല്ലിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടി? 19 എന്നും റേഡിയസിൻ്റെ വാല്യൂ 22 എന്നും കിട്ടി. കാര്യം നമ്മുടെ റേഡിയസ് എന്താണ്? ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണെന്ന് ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട്, ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ഇത് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേർക്കും കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ? സെൻട്രൽ ആംഗിൾ ആണ് വേണ്ടത്. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയയെ വേറൊരു രീതിയിൽ എഴുതാം. സെക്ടറിൻ്റെ ഏരിയയെ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ എന്ന് പറയുന്നത് പോലെ തന്നെ എഴുതാം. θ/360 × πr² എന്ന് എഴുതാം. പൈക്ക് 22/7 കൊടുക്കാം. ഏരിയ നമുക്ക് തന്നിട്ടുള്ളത് 209 ആയിരുന്നു. 209 = θ/360° അല്ലെങ്കിൽ 360 × പൈക്ക് വരാൻ 22/7 കൊടുക്കാം. ആറിന് നമുക്ക് 22 ആണ് കിട്ടിയത്, 22 കൊടുക്കാം. 22 × 22 കാൽക്കുലേഷൻ ചെയ്യാം. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 11 കിട്ടുമ്പോൾ ഇവിടെ 2 വന്നു, ആ 2 ഇവിടെ കിട്ടുമ്പോൾ 180 വന്നു. പിന്നെ ഇവിടെ 11 കിട്ടുമ്പോൾ ഇവിടെ 19 വന്നു. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഒരു 4, ഇവിടെ നിന്ന് 2 എടുക്കുന്നു, ഇവിടെ നിന്ന് 2 എടുക്കുന്നു, ഇവിടെ നിന്ന് 2 എടുക്കുമ്പോൾ 45 വരുന്നു. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? θ = 19 × ഈ 45 അപ്പുറത്ത് പോവും, 19 × 45 ഇൻറ്റു ഇവിടെ 45 ആണ്, ഈ 7 അപ്പുറത്തും ഇൻറ്റു 7 / 11 × 11 121 വരും. ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഓപ്ഷൻ കണ്ടോ? എന്താണ്? റൗണ്ട് അപ്പ് ടു 1 decimal place. ഓപ്ഷൻ 49 45 53 51 അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 19 തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 19 5 95 9 19 4 76 76 9 85 ഇൻറ്റു 7 വേണം മേലത്തെ പ്രോഡക്റ്റ്. അപ്പോൾ 7 5 35 3 7 5 35 3 38 3 56 3 59 59 85 ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത് എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേ /121 ആണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ. ഫാസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 598. 121 × 5 പോയാൽ 605. അപ്പോൾ എന്തായാലും 4 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മുടെ ആൻസർ. അങ്ങനെ 4 സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതുകൊണ്ട്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വേണമെങ്കിൽ ചെയ്യാം. 4 തുടങ്ങും, 4 തൊട്ട് 9
ഈ 484 ബാക്കി 16 98 108 6 114 5 ഓക്കെ 121 ഗുണം എത്ര വരും 121 5 6 ഓക്കെ 10 പോകത്തില്ല 9 വരെ പോകും 9 ആകുമ്പോൾ 1080 1089 അപ്പോൾ 49 പോയിൻറ്റ് സംതിങ് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് അത് ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പാടായിരിക്കും ചെയ്യാൻ. ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമുല അടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ലാതെ സിംഗിൾ വീഡിയോ ആയിട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലും എല്ലാം ഉണ്ട്. എല്ലാം കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.